ആണിവേര് മരവിപ്പിക്കുന്ന ഉജ്ജ്വല രംഗങ്ങളിലൂടെ ആ മനുഷ്യ ഹൃദയത്തിന്റെ മാറാപ്പ് മാറ്റിക്കൊണ്ടിരുന്ന ഒരു ഇതിഹാസ ചിത്രം. കാവുണ്ടിക്കല്ല് പഞ്ചായത്ത് കിണറിന് സമീപം ഇന്ന് കൃത്യം 6:30 മണിക്ക് സ്റ്റൈൽ മന്നൻ നടിച്ച പുലിക്കോട്ടൈ വാലിബൻ. പുലിക്കോട്ടൈ വാലിബൻ അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടില്ലല്ലോടേ. നീ പല്ല് തേച്ചില്ലടേ, ഒരു അളിഞ്ഞ ചായയുടെ മണം. എനിക്ക് ചായക്കടയാണെന്ന് അവൻ കയ്യോടെ പിടിച്ചല്ലേ. നീ എന്ന് കുത്തിയിടുന്നത് ഞാൻ കണ്ട്. ഉണക്കപ്പുട്ട് അഫീറയുടെ മജ്ജയിൽ നിന്ന് ആ മുത്തുവിന്റെ ബീജമെടുത്ത് അരുണാചലത്തിന്റെ നെറുകയിൽ സ്ഥാപിച്ച് ആ ഭാഷയിലൂടെ പുനർജനിച്ച് ആ പടയപ്പയായി നമ്മെ നയിച്ച് ആ ബാബയായി മാറിയ സ്റ്റൈൽ മാനന്റെ ഇതിഹാസ ചിത്രങ്ങളുടെ സുപ്രധാന ഭാഗങ്ങൾ മാത്രം കൂട്ടിയിണക്കി അസ്ഫുടം ചെയ്തെടുത്തൊരു പുതിയ കലാ സൃഷ്ടി പുലിക്കോട്ടൈ വാലിബൻ. കേവലം 2.5 മണിക്കൂറിൽ നിന്നുകൊണ്ടുള്ള 5 സിനിമകളുടെ താണ്ഡവം. അംബാസഡറിന്റെ സ്റ്റിയറിംഗ് വലിയ വണ്ടിയുടെ വീലാണത്. ഗോപുരങ്ങളിൽ നിന്നും അധുരപാളിയിലെ വിസ്മയം നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക്. വരണമെന്ന് പറഞ്ഞിട്ട് സിനിമ കാണിക്കണം, മിഷൻ കാണിച്ചാണ് നാട്ടുകാരെ പറ്റിക്കുക. എന്താണ് നിങ്ങൾ ആളെ പറ്റിക്ക? എവിടാ സ്റ്റൈൽ മന്നൻ? എങ്കട മന്നൻ இவன் தான் நம்ம ஊருக்கு மன்னன், வில்லாதி வீரன், வீரமணி கண்டன். ஏய் இயம்புட்டு ഓം നമ ശിവായ, യേശുദേവായ, അല്ലാഹു അക്ബർ. 3 പേരും കൂടി രാജനെ രക്ഷിക്കണേ. ഓ, അച്ഛനും മകനും എന്ന് വെച്ചാ ഞാനും എന്റെ അച്ഛനും. അല്ല, ഈ പേപ്പട്ടി നായരുടെ വീട് ഇതാണോ എന്ന് ചോദിക്കായിരുന്നേ. അത് നിന്റെ അമ്മയുടെ നായരുടെ പേരായിരിക്കും. ക്ഷമിക്കണം, ചേട്ടനായിരുന്നു. ഈ 3 ഫേസ് ലൈൻ എവിടെ കിട്ടും ചോദിച്ചപ്പോ അത് നമ്മുടെ പേപ്പട്ടി നായരുടെ വീട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അതെ, കേട്ടത് മുഴുവൻ താമെന്ന് ചോദിക്കൂ. അല്ല, കേട്ടത് മുഴുവൻ ചോദിച്ചാ എന്റെ ടങ്കീസ് പൊട്ടുമെന്ന് എനിക്കറിയാം. അയ്യോ, ഇതിനെവിടുന്ന് പിടിച്ചു? വനത്തിന് പിടിച്ചതാ. അപൂർവനാ. അതെ, തനിക്കിപ്പോ എന്താ വേണ്ടേ? സപ്ലൈ വേണം. പുലിക്കോട്ടൈ വാലിബൻ സ്കോ ഞാനല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. ഓ, അന്ന് കാശുറപ്പിക്കാൻ വന്നവന്റെ കുഞ്ഞച്ഛനായിരിക്കും. വല്യച്ഛനാ. ഏതെങ്കിലും മേപ്പോട്ട് പോണ്ട. എന്താ അതിന്റെ പേര്? അയ്യാ, ഇത് പറയാനാ ഇത്ര താമസം? நான் லேட்டா சொன்னாலும் ஸ்டைலா சொல்லுவேன். അടിപൊളി അണ്ണാന്റെ വായില്. അത് കറക്റ്റ്. ഉനക്ക് താൻ തെറിയും. അന്നൊന്ന് 100 അർപ്പിച്ചല്ലേ? 100 150. അതെന്നാ നിനക്ക് സ്റ്റൈൽ ഇത്തിരി കൂടുതലാ. അയ്യോ, ഇത് വെറും സ്റ്റൈലാ, ഉള്ളു തൊണ്ട. നീ എന്നെ പേപ്പട്ടി നായരെന്ന് വിളിച്ചോനല്ലേ? അത് ഞാൻ വിളിച്ചല്ലോ. അതെ, ഇവിടുന്ന് 1 രൂപ കുറയ്ക്കത്തില്ല. ഇവിടുന്ന് 3 ഫേസ് വേളയിൽ 150 രൂപ രൊക്കം വെക്കണം. അപ്പൊ കുറയ്ക്കൂല? 1 രൂപ കുറയ്ക്കില്ല. എന്നാ 149 ആക്ക്. ചില്ലി പൈസ കുറയ്ക്കില്ല. നായരേ, നായർ സാബ്. എന്നാ വിടി ചുട്ടവിടി, ദുഡുക്ക് ചുട്ടയടി, രാജക്ക് ലൈൻ കൊടു. ഗം ഇരിക്കാ? ഗമ്മ? ആ, COME ഗം. പശ. അതെന്തിനാ? ഈ അഗ്രിമെന്റ് ഒരു സ്റ്റാമ്പ് ഒട്ടിക്കാനാ. എഗ്രിമെന്റാ? എന്ത് അഗ്രിമെന്റ്? പറഞ്ഞുറപ്പിച്ച പ്രകാരം 150 രൂപയ്ക്ക് ക്യാമ്പ് തീരുന്നിടം വരെ കറണ്ട് തന്നോളാന്ന്. അയ്യടാ, ആ എഗ്രിമെന്റ് ഇയാടെ കൈ വെച്ചാട്ടെ. വല്ല ലൈമാമാരും വന്നേ ഫീസ് ഊരിക്കൊണ്ട് പോയാൽ ഞങ്ങൾ പിന്നെ എവിടെ നിന്ന് എടുത്തിട്ട് തരും കരണ്ട്? ആളൊരു ജനറേറ്റർ ആണല്ലോ. അല്പം തള്ളി നിന്നുകൊണ്ട് എല്ലാവരും ചില്ലറ തരിക. കടന്നു വരിച്ചേട്ടാ, കടന്നു വരിച്ചേച്ചി. വെറും 3 രൂപ. ബാൽക്കണിയില്ല, ഫസ്റ്റ് ക്ലാസ് ഇല്ല, ബെഞ്ചില്ല, എല്ലാവരും തറകൾക്ക് തറ മാത്രം. എന്നാ சொன்ன? இந்த ஊர் பொன் மக்களுக்கு பொன் தரை.
മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഊഞ്ചി മിഠായി. തനി വഴി മറക്കാതില്ല. തില്ലണ്ണ തില്ലണ്ണ മച്ചക്കാട്ട് പൈന ഇതെന്താടാ കുമരകോ? കൊട്ടക മുഴുവൻ കിളികളാണല്ലോ. ஆண்டவன் சொல்றான், அருணாச்சலம் முடிக்கிறான். இந்த கோடை தாண்டி எவனாவது உள்ள வந்தீங்க കൊടല ഉരുവിടുക. വെറും 3 ഉലുവക്ക് വേണ്ടി ഈ കുഴലിന്റെ ഒട്ടെ കൂടി ഊഞ്ചിയ പണി കാണിക്കണടാ. പോടാ പോടാ. ഒട്ടത്തി കാണാൻ കൊള്ളാല. അമേരിക്കയുടെ ഈ നയം നമ്മുടെ പഞ്ചായത്തിന് പ്രശ്നമാവും. എടാ ഈയമ്പൂട്ട് പ്രസിഡന്റ് ഇപ്പൊ കുത്തിയിട്ട ചൂട് പുട്ട് കടലക്കറി അതിനാ പഴം 3 എണ്ണം. ഒന്ന് പോടാ പിള്ളേരെ. വെള്ളേപ്പോ. ആ പോറിഞ്ച നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് വെള്ളയെ പോയിട്ട് ഈയമ്പുട്ടിന്റെ മുമ്പിൽ കൂടി പോകരുതെന്ന്. റപ്പായി പോയാ നിനക്കെന്നടാ മാങ്ങാണ്ടി. നിന്റെ പോലത്തെ ഉണക്കപ്പൊട്ടല്ലേ ഇത് കേട്ടാ. ഇതേ കുമ്പളങ്ങി ജോനാമത്തായുടെ വെണ്ണേപ്പാ. ആഹാ വേണ വായിൽ വെച്ചാലേ നാക്കലത്തിന്റെ വയറ്റിൽ പോവും. വയറ്റിൽ ഒഴിച്ചിൽ പിടിക്കുന്നു പറയണ പോറിഞ്ച. വെള്ളേപ്പോ. അവൻ അവന്റെ വഴിക്ക് അങ്ങനെ പൊക്കോട്ടറ. അയ്യേ വലിച്ചു വെള്ളേപ്പോ. ആരുടെ ഈ വാലിബൻ? ഹോ എന്റെ പ്രസിഡന്റ് വെടിച്ചില്ലി സാധനം പുലിക്കോട്ട ഈ വാലിബൻ 5 പടത്തിനകത്തുനിന്ന് ഒരു വെടിക്കെട്ട് പടം. എരുമത്തരം ടാക്കിസിൽ ഇപ്പൊ പാവയുടെ 2ാം പാരല്ലേ? ഇവിടെ ജോസിന് പാരയാവൂ. ജോസിന് പാവാടല്ല ജമ്പറും കൊണ്ടുവന്നാലും രക്ഷയില്ല. ജമ്പർ എന്നൊരു പടം നേരത്തെ വന്നതല്ലേ? അത് ജമ്പറല്ല ബമ്പർ ഇംഗ്ലീഷ്. ഇത് വാലിബൻ പുലിക്കോട്ട ഈ വാലിബൻ. നീ എന്താടാ ഈയമ്പൂട്ട ഈ പറയുന്നത്? പഞ്ചായത്തിന്റെ അനുവാദമില്ലാതെ വല്ലതിക്കുന്നു വന്ന തെണ്ടിക്ക് എന്തോ ആകുന്നു? അമേരിക്കയുടെ കൊക്കിന്റെ കാല് പോലത്തെ കെട്ടറങ്ങൾ നിലംപൊത്തിയില്ലേ? അതുപോലെ അവന്റെ വാലിബന്റെ സെൻട്രൽ പോൾ ഒടിച്ച് കോരിക്കെട്ടി കൊക്കയിലെറിയും സൽഗുണനോ. അടുപ്പത്തി കാപ്പി 3 ആയാലോ വാലിബ. 3 ചായ വിരലിടാത്തത്. ഒന്ന് ലൈറ്റ്, ഒന്ന് മീഡിയം, ഒന്ന് കടുപ്പത്തില് വാലിബന്. മുറിവീട് കയ്യിൽ തന്ന് നമ്മൾ അന്നൊന്നാക്കി. ഇപ്പൊ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. നിങ്ങളുടെ വാലിബിനെടുത്ത് കൊക്കയെ തള്ളൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആകെ ചൂടില്ല. വാരിക്കെട്ടി കൊക്കയിലെറിയാൻ വാലിബം പൊങ്ങുവോന്നൊരു സംശയം. നാറ്റി കൊടുക്കായിരുന്നല്ലേ. വണ്ടമ്മേട്ടിന് നടത്തിക്കൊണ്ടുവരുന്ന തൊലിഞ്ഞ ഇറച്ചിക്കാള പോലെ ഉണ്ടല്ലോടാ നീയെ. കൊറേ ആറ്റി കുടിച്ചാ ഈ പെട്ടി ഹോട്ടലിൽ സൽക്കണം കേറിയത്. പോടാ വീട്ടിൽ പോടാ. ഞങ്ങളുടെ പഞ്ചായത്തില് പെട്ടിയോട്ടോ ഹോട്ടലിലെ പഴത്തൊലി എടുക്കാൻ അന്നേ ഇതേ ചെലവ് ചുരുക്കല. മനുഷ്യനെ സ്നേഹിക്കുന്ന പ്രതിനിധികളായിരിക്കണം പഞ്ചായത്ത് പ്രസിഡന്റുമാർ. അതിന്റെ ഭാഗമായി പെട്ടിയോട്ടോ. ഞങ്ങളുടെ പ്രസിഡന്റ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ആനപ്പുറത്താ വരുന്നത്. അയാൾക്ക് സ്വന്തമായിട്ടൊരു ആനയുണ്ടേ. അയാള് പിണ്ടവും കോരും. ആനപ്പാപ്പാമാര് പഞ്ചായത്ത് പ്രസിഡന്റുമാരാ അങ്ങനെ ഇരിക്കൂടാ. ദേ സൽഗുണന്റെ ജോയിന്റിൽ ഓയിലടിക്കല്ലേ. നിന്റെ വാലിബൻ ഇവിടെ എത്ര നാൾ കളിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ പഞ്ചായത്തിനകത്ത് പന്ത് കളി കുറെ ഞാനും കണ്ടതാണ് മോനെ. ഓ അപ്പൊ റഫറി ആയിരുന്നാ? അല്ലടാ കോച്ചായിരുന്നു. നിന്റെ വട്ടയപ്പം പോലുള്ള മോന്ത കൊണ്ട് ഞാൻ പെനാൽറ്റി അടിപ്പിക്കും. അയ്യോ നായരെ പുലിവാലാക്കിയോ? നായര് കറണ്ട് ചാർജ് കൂട്ടി. ഇന്നു മുതൽ ₹200. അയ്യോ നായരെ. നായര് ചത്തിട്ടാണെങ്കിലും എന്റെ കറണ്ട് കിട്ടണമെങ്കിൽ ₹200 റൊക്കം, നോ കടം. അടുത്ത് വേറെ 3 ഫേസ് സൗകര്യം ഇല്ലാത്ത കുത്ത അയാൾക്ക്. ആരെടാ ഞാൻ അല്ല കുത്തിയ 3 ഫേസിന് നല്ല വോൾട്ടേജ് ആണെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ എന്റെ നല്ല വോൾട്ടേജാ. എടോ സ്റ്റൈൽ രാജപ്പ, ഈ വോൾട്ടേജ് സിനിമ കളിക്കണേലേ കാശ് കൂടുതൽ തരണം. വാരിബന് നല്ല വരുമാനമല്ലേ. കൊടുത്തേച്ചങ്ങ് കളിച്ചേച്ചാ മതി. ഓഹോ നായർ സാബ്, ഇന്നാപിടി ചുട്ടപിടി ദുഡ്ഡുക്ക് ചുട്ടയടി 300. 200-ന് 300. മൂല വെട്ടി. കാശ് ഇങ്ങനെ വെട്ടല്ലേ. എടാ നീ പോടാ. ഞാൻ പറയും പോയി. എന്താ പേര്? പുഷ്പം. ഞാൻ എത്ര മലഞ്ചെരുവുകളിൽ ഷോ നടത്തിയിരിക്കുന്നു, എത്ര സപ്ലൈ എടുത്തിരിക്കുന്നു.
ഇത്രയും പുഷ്ടിമയുള്ളൊരു പേര് പുഷ്പം. പുഷ്പത്തിന് ആങ്ങളമാരൊന്നും ഇല്ലല്ലോ. ഞങ്ങള് 4 പെണ്ണുങ്ങളാ. മൂത്തഴിച്ച കറൂറ്റി കെട്ടിച്ചു. അതിന്റെ ഇളയത് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. നേരെ മൂത്ത തങ്കമണി ഇവിടെ കറണ്ട് സപ്ലൈ ചെയ്യാൻ വന്നൊരു ലൈമാന്റെ കൂടെ ഒരു സഹായത്തിന് പോയിരിക്ക. എല്ലാം ഈ അച്ഛന്റെ മൂലവെട്ടി കാരണം. നല്ല ബെസ്റ്റ് ഫാമിലി. എന്തോ അല്ല ഇനി കൊലയില് ബാക്കിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഏറ്റവും ഇളയത്. ഓ കൊട്ടകുടമ രാജിന്റെ ശ്രദ്ധയ്ക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. അതുകൊണ്ട് എത്രയും വേഗം സപ്ലൈ കുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയിപ്പോ ഈ നിൽക്കുന്ന പുഷ്പത്തെയും സപ്ലൈ കുത്താമെന്ന സ്റ്റൈൽ രാജ തന്നെ കൊണ്ടുപോണ്ടി വരുവോ? ബൈ BOY ബൈ ബട്ടെ. കൊച്ചു കള്ളി. ரஜினி ரசிகர் மன்றம் ஐயா. நம்ம ரஜினி உள்ளே இருக்கையே. ஐயா வணக்கம் ஐயா. இங்க ரஜினி ரசிகர் மன்றம் ரொம்ப ஸ்ட்ராங்கா வர்றேன். நீங்க மனசு வச்சு உங்க புனிதமான கையாலே ஒரு 500 போட்டா நம்ம கிளப்பில் அண்ணா போட்டோ தங்கம் பூசி பிரேம் பண்ணலாமா? என்ன சொல்ற 500 போய் செம்பு பூசையா. அண்ணா போட்டோவுக்கு சட்டம் தங்கம் தான் பூசுவோம். செம்பு சொல்றதுக்கு நீ யாரா? நான் வெள்ளி பூசையா. கொன்னு சுட்டுடுவேன். என் வழி உனக்கு தெரியாது. போடா. എന്നാലും എന്റെ ശിവമണി 500 ரொம்ப ஜாஸ்தி. ஏய் மச்சான் என் பேர் உனக்கு எப்படி தெரியும்? உன்னை பார்த்தாலே பரமசிவன் மணி கட்டிய மாதிரி இருக்கடா. மச்சான் நீ தான் நம்பாது. மச்சான் 100 ரூபா வந்தா மതി. என்ன சொல்ற? എടാ മലയാളി കൊലയാളി. ഭാരത്ക്ക് 50 போதும். உங்க பேரு சொல்லலையே. ராஜ் സ്റ്റൈൽ രാജ്. ലേറ്റ സൊന്നാലിന സ്റ്റൈൽ. ഇതെന്ത് മാത്രം കാശാണ് അവിടെ കരണ്ടിൽ നീ തള്ളിയത്? പുഷ്പത്തിന്റെ മജ്ജയിൽ ഒരു 6 വോൾട്ട് കറണ്ട് അടുപ്പിച്ചേച്ചാടാ ഞാനിങ്ങ് വന്നത്. അഡീഷണൽ ബില്ല് വരുമോ? വന്നാ നീ കൊടുത്താ മതി. ബില്ല് എന്റെ അല്ലേ. എടാ നിന്റെ 6 വോൾട്ട് ഏറ്റല്ലോ. പുഷ്പം എന്താ ഈ വഴിക്ക്? അതെ കറണ്ട് ചാർജ് 100 മതി. അതാ ന്യായം. ഞങ്ങളുടെ വാലിബനൊന്ന് കണ്ടാലോ പുഷ്പം? ഫ്രീ ആയിട്ട്. ഓ അത് ഞാൻ പിന്നെ കണ്ടോളാം.